നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേക്ക് ഇറ്റ് എന്നുള്ള എക്സ്പ്രഷനെ പറ്റിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വളരെ പ്രയാസപ്പെട്ടോ വളരെ കഷ്ടപ്പെട്ടോ ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ് നേടുകയാണെങ്കിലോ, വിജയിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുകയാണെങ്കിലോ നമ്മൾ മേക്ക് ഇറ്റ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ടോ വളരെ പ്രയാസപ്പെട്ടോ എത്തുകയാണെങ്കിലോ നമ്മൾ മേക്ക് ഇറ്റ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ആശയത്തിലുള്ള കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ആഫ്റ്റർ ഡ്രൈവിംഗ് ഇൻ ട്രാഫിക് ഫോർ 2 hours ഐ അറൈവ് അറ്റ് ദ ഓഫീസ് ഐ ഫൈനലി മേഡ് ഇറ്റ്. 2 മണിക്കൂറോളം ട്രാഫിക്കിൽ കൂടി ഡ്രൈവ് ചെയ്തതിന് ശേഷം ഞാൻ ഓഫീസിലെത്തി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ആഫ്റ്റർ ഡ്രൈവിംഗ് ഇൻ ട്രാഫിക് ഫോർ 2 hours ഐ അറൈവ് അറ്റ് ദ ഓഫീസ് ഐ ഫൈനലി മേഡ് ഇറ്റ്. ഐ ഫൈനലി മേഡ് ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ അവസാനം ഓഫീസിലെത്തി എന്ന് തന്നെയാണ് അതിൻ്റെ ആശയം. ഇവിടെ മേക്ക് ഇറ്റ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. മേക്ക് ഇറ്റിൻ്റെ പാസ്റ്റായ മേഡ് ഇറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഞാൻ അവസാനം ഓഫീസിലെത്തി എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നേറ്റീവ് സ്പീക്കേഴ്സ് ഈ ഒരു രീതിയിൽ സംസാരിക്കാറുണ്ട്. മേക്ക് ഇറ്റ് യൂസ് ചെയ്ത് ഈ ഒരു ശൈലിയിൽ സംസാരിക്കാറുണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ തന്നെ മേക്ക് ഇറ്റിൻ്റെ ആശയം നിങ്ങൾ ഏത് സന്ദർഭത്തിലാണോ പറയുന്നത് ആ സന്ദർഭത്തിനനുസരിച്ച് വേണം മേക്ക് ഇറ്റിന് അവിടെ നിങ്ങൾ ആശയം കൊടുക്കുവാനായിട്ട്. ഇവിടുത്തെ ആശയം എന്തെന്ന് വെച്ചാൽ ഓഫീസിലെത്തി എന്നാണ് ഇവിടെ മേക്ക് ഇറ്റ് ആശയം കൊടുക്കുന്നത്. ഐഡിയ പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ആഫ്റ്റർ ഡ്രൈവിംഗ് ഇൻ ട്രാഫിക് ഫോർ 2 hours ഐ ഫൈനലി അറൈവ് അറ്റ് ദ ഓഫീസ് ഐ മേഡ് ഇറ്റ്. ഞാൻ ഓഫീസിലെത്തി. ഐ ഫൈനലി മേഡ് ഇറ്റ് ടു വർക്ക്. ഞാൻ അവസാനം വർക്ക് പ്ലേസിലെത്തി. ഇവിടെ മേഡിൻ്റെ കൂടെ പ്രിപ്പോസിഷൻ ടു ആഡ് ചെയ്തിരിക്കുകയാണ്. ആഡ് ചെയ്തതിൻ്റെ കാരണം എവിടെ എത്തിയത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഐ ഫൈനലി മേഡ് ഇറ്റ് ടു വർക്ക്. ഞാൻ അവസാനം വർക്ക് സ്ഥലത്ത് എത്തി. ആഫ്റ്റർ ഡ്രൈവിംഗ് ഇൻ ട്രാഫിക് ഫോർ 2 hours ഹി ഫൈനലി മേഡ് ഇറ്റ്. 2 മണിക്കൂറോളം ട്രാഫിക്കിൽ കൂടി ഡ്രൈവ് ചെയ്തതിന് ശേഷം അവൻ അവസാനം വർക്ക് സ്ഥലത്ത് എത്തി എന്നുള്ള സെൻറ്റൻസാണ്. ഹി ഫൈനലി മേഡ് ഇറ്റ് ടു വർക്ക്. അവൻ അവസാനം വർക്ക് സ്ഥലത്തെത്തി. ഡിഡ് ഹി ഫൈനലി മേക്ക് ഇറ്റ് ടു വർക്ക് ആഫ്റ്റർ ഡ്രൈവിംഗ് ഇൻ ട്രാഫിക് ഫോർ 2 hours? 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തതിന് ശേഷം അവന് വർക്ക് സ്ഥലത്തെത്തിയോ? യെസ്, ഹി ഫൈനലി മേഡ് ഇറ്റ് ടു വർക്ക് ആഫ്റ്റർ ഡ്രൈവിംഗ് ഇൻ ട്രാഫിക് ഫോർ 2 hours. അതേ 2 മണിക്കൂറോളം ട്രാഫിക്കിൽ കൂടി ഡ്രൈവ് ചെയ്തതിന് ശേഷം അവന് വർക്ക് സ്ഥലത്തെത്തി എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മേക്ക് ഇറ്റിൻ്റെ ആശയം നിങ്ങൾ സന്ദർഭം അനുസരിച്ച് വേണം കൊടുക്കാൻ. ഇവിടുത്തെ ആശയം എന്ന് വെച്ചാൽ എത്തി, അതായത് ആ സ്ഥലത്തെത്തി അറൈവ് ചെയ്തു എന്നൊരാശയമാണ് ഇവിടെ മേക്ക് ഇറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ സുഹൃത്തും അവൻ്റെ ഫാമിലിയും കൂടെ ചേർന്ന് ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവർ യാത്ര പോകുന്ന വഴി അവർക്ക് അന്നത്തെ ദിവസം താമസിക്കാനായിട്ട് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകുന്ന വഴി അവരുടെ കാർ അങ്ങ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹോട്ടലിലെത്തുവാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം എൻ്റെ സുഹൃത്തിനോട് പറയുന്ന കുറേ സെൻറ്റൻസുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മേക്ക് ഇറ്റ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ദേ നെവർ മേഡ് ഇറ്റ്. അവർ എത്തിയില്ല മീൻസ് അവർ ഹോട്ടലിലെത്തിയില്ല. ദേ നെവർ ഈവൻ മേഡ് ഇറ്റ് ടു ദ ഹോട്ടൽ. അവർ ഹോട്ടലിലോട്ട് എത്തിയേയില്ല. ഡിഡ് ദേ മേക്ക് ഇറ്റ് ടു ദ ഹോട്ടൽ? അവർ ഹോട്ടലിലെത്തിയായിരുന്നോ? നോ, ദേ നെവർ ഈവൻ മേഡ് ഇറ്റ് ടു ദ ഹോട്ടൽ. ഇല്ല, അവർ ഹോട്ടലിലോട്ട് എത്തിയേയില്ലായിരുന്നു. ഹി നെവർ മേഡ് ഇറ്റ്. അദ്ദേഹം എത്തിയേയില്ല. ഹി നെവർ ഈവൻ മേഡ് ഇറ്റ് ടു ഹിസ് ഡെസ്റ്റിനേഷൻ. അവനവൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയേയില്ല എന്ന് പറഞ്ഞുള്ള ഒരു സെൻറ്റൻസാണ്. ഇനി 2 സെൻറ്റൻസുകൾ ഞാൻ വായിക്കാം. വളരെ കോമൺ ആണ്, നിങ്ങളിത് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ യു മേഡ് ഇറ്റ്. രണ്ടാമത്തത് ഐ എം സോ ഗ്ലാഡ് യു മേഡ് ഇറ്റ്. ഇതിൻ്റെ ആശയം ഞാൻ ആദ്യം പറയാം, അതായത് സന്ദർഭം ഞാൻ ആദ്യം പറയാം. ഇതിൻ്റെ ഒരു സന്ദർഭം എന്തെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ക്ഷണിച്ച ഏതെങ്കിലും ഒരു പരിപാടിയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലത്തോട്ടോ അവർ വരുമ്പോൾ, അതായത് അവർ കയറി വരുമ്പോൾ നമ്മൾ അവരെ നോക്കി പറയാറുള്ളൊരു സെൻറ്റൻസാണ് യു മേഡ് ഇറ്റ് എന്ന്. അതായത് ഇതിൻ്റെ പിന്നിലുള്ളൊരു ആശയം എന്തെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ പല പല ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചായിരിക്കും വരുന്നത്. അതെന്തുവാകാം, ചിലപ്പോൾ വരുന്ന വഴിക്കുള്ള ട്രാഫിക്കാകാം, അല്ലെങ്കിൽ അവരുടെ മറ്റു ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കാം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ടും അവർ വരുമ്പോൾ നമ്മൾ അവരെ നോക്കി പറയുന്നൊരു സെൻറ്റൻസാണ് യു മേഡ് എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നീ എത്തി, പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും നീ എത്തി, ആ ഒരു ആശയമാണ് യു മേഡ് ഇറ്റിന്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഐ എം സോ ഗ്ലാഡ് യു മേഡ് ഇറ്റ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, യു മേഡ് ഇറ്റ്, നീ എത്തി. ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഐ ജസ്റ്റ് മേഡ് ഇറ്റ്. അതേപോലെ നമ്മൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ പല ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുകയാണെങ്കിലോ നമ്മളും പറയാറുണ്ട് ഐ ജസ്റ്റ് മേഡ് ഇറ്റ് എന്ന്. അപ്പോൾ ഐഡിയ എവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസുകളാണ്, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഐ ആം ഗ്ലാഡ് യു ക്യാൻ മേക്ക് ഇറ്റ്.
ഇത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നൊരു സെൻറ്റൻസാണ്. നമ്മുടെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ടോ പോകുമ്പോഴോ നമ്മൾ പറയാറുള്ള ഒരു സെൻറ്റൻസാണ് ഐ ആം ഗ്ലാഡ്, എനിക്ക് സന്തോഷമുണ്ട്, യു ക്യാൻ മേക്ക് ഇറ്റ്, നിനക്കത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിനക്ക് അവിടെ എത്താൻ കഴിയും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇതൊക്കെ നിങ്ങൾ അതായത് മേക്ക് ഇറ്റിനുള്ള ആശയം നിങ്ങൾ ആ സന്ദർഭത്തിനനുസരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. വളരെ കോമൺ ആണ്, നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് കൂടി എഴുതി നമുക്ക് നിർത്താം. ഒന്നാമത്തത്, ഐ ഹോപ്പ് ഐ കാൻ മേക്ക് ഇറ്റ് അക്രോസ് ദ ബോർഡർ. ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തുവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഐ ഹോപ്പ് ഐ കാൻ മേക്ക് ഇറ്റ് അക്രോസ് ദ ബോർഡർ. നെക്സ്റ്റ്, വി ഗോട്ട് ആൻ ഐഡിയ. ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി. വി ക്യാൻ മേക്ക് ഇറ്റ് ടു ദ ഐലൻഡ്. നമുക്ക് ഐലൻഡിൽ എത്തുവാൻ സാധിക്കും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ മേക്ക് ഇറ്റ് കൊടുത്തിരിക്കുന്ന ആശയം എത്തുക, അറൈവ് ചെയ്യുക എന്നൊരാശയമാണ് മേക്ക് ഇറ്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഐ ഡോണ്ട് തിങ്ക് വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ടു യുവർ വെഡ്ഡിങ്. നിൻ്റെ വെഡ്ഡിങ് ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ മേക്ക് ഇറ്റ് കൊടുത്തിരിക്കുന്ന ആശയം അറ്റൻഡ് ചെയ്യുക എന്നൊരാശയമാണ് മേക്ക് ഇറ്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഐ കാൺ മേക്ക് ഇറ്റ്, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ആർ യു ഗോയിങ് ടു മേക്ക് ഇറ്റ് യുവർ റേസ് ടുഡേ. ഇന്നത്തെ റേസിൽ നീ പങ്കെടുക്കുമോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ആർ യു ഗോയിങ് ടു മേക്ക് ഇറ്റ് യുവർ റേസ് ടുഡേ. നെക്സ്റ്റ്, ഐ സ്റ്റഡീഡ് ഹാർഡ് ഫോർ എക്സാം ആൻഡ് ഐ ഫൈനലി മേഡ് ഇറ്റ്. ഞാൻ എക്സാമിനായിട്ട് നല്ല രീതിയിൽ പഠിച്ചു ആൻഡ് ഐ ഫൈനലി മേഡ് ഇറ്റ്. അവസാനം ഞാൻ സക്സസ് ആയി എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഇവിടെ സക്സസ് ആയി എന്ന് പറയുവാനായിട്ടാണ് മേഡ് ഇറ്റ് എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ സ്റ്റഡീഡ് ഹാർഡ് ഫോർ എക്സാം ആൻഡ് ഐ ഫൈനലി മേഡ് ഇറ്റ്. നെക്സ്റ്റ്, ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ മേക്ക് ഇറ്റ് ഇൻ സയൻസ്. സയൻസിൽ എനിക്ക് നല്ലൊരു വിജയം അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ മേക്ക് ഇറ്റ് ഇൻ സയൻസ്. നെക്സ്റ്റ്, ഡിഡ് യു മേക്ക് ഇറ്റ്. ഇതൊരു കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ഡ്രൈവിംഗ് സ്കൂളിലെ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ് ഡിഡ് യു മേക്ക് ഇറ്റ് എന്ന് വെച്ചാൽ നീ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് യു മേക്ക് ഇറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുകയാണ് നോ, ഇല്ല, ഐ ഹാവ് ടു ടേക്ക് ദ ഡ്രൈവിംഗ് ടെസ്റ്റ് അഗെയിൻ നെക്സ്റ്റ് മന്ത്. എനിക്ക് അടുത്ത മാസം ഡ്രൈവിംഗ് ടെസ്റ്റ് വീണ്ടും എടുക്കണം എന്നുള്ളൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ്, ഷീ സ്പെൻഡ് മന്ത്സ് വർക്കിംഗ് ഓൺ ഹെർ നോവൽ ആൻഡ് ഷീ ഫൈനലി മേഡ് ഇറ്റ്. അവൾ അവളുടെ നോവലിനായിട്ട് മാസങ്ങളോളം വർക്ക് ചെയ്തു ആൻഡ് ഷീ ഫൈനലി മേഡ് ഇറ്റ് എന്ന് വെച്ചാൽ അവസാനം അവൾ അവളുടെ നോവൽ പൂർത്തിയാക്കി എന്നാണ് അതിൻ്റെ ആശയം. വളരെ സക്സസ്ഫുള്ളായിട്ട് പൂർത്തിയാക്കി എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ മേക്ക് ഇറ്റ് എന്നുള്ള എക്സ്പ്രഷൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നേറ്റീവ് സ്പീക്കേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.